ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ആൻറ്റി എവിടെ വയ്യാണ്ടായോ എന്നൊക്കെ ചോദിക്കുമല്ലോ എന്നതിൻ്റെ പേരിൽ മാത്രം ഞാൻ കുറച്ച് ഭാഗങ്ങളായിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ ഇതേ എണീറ്റ വഴിക്ക് ഞാൻ മെഴുകുതിരി കത്തിച്ച് വന്നപ്പോഴത്തേക്കും കുട്ടികൾ പോകേണ്ട കാര്യങ്ങളും ഒക്കെ ആയി. അപ്പോൾ ഇന്ന് ഡോണിന്ന് രാവിലെ പോയ കാരണം കോട്ടയത്തേക്ക് പോകേണ്ട കാരണം നേരത്തോടെ പോയി. അപ്പോൾ ഇന്ന് തോമൂനെയും പാച്ചുവിനെയും ഒന്നിച്ചാണ് കൊണ്ടാക്കണത്. അപ്പോൾ തോമു എണീറ്റുണ്ടായിരുന്നില്ല. തോമുവിനെ ദേ കുത്തിപ്പൊക്കി എണീപ്പിച്ച് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ പാച്ചുവിൻ്റെ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. എന്താ പറയുക, അവർ എല്ലാവരും കൂടി കൂടുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഡിമ്പിളുടെ വീഡിയോയിലുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ രണ്ടാളെയും കൂടി കൊണ്ടുപോകേണ്ട കാരണം ഡിമ്പിൾ അവരുടെ കൂടെ പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ പാച്ചുവും തോമും കൂടി അപ്പാപ്പൻ്റെയും ഒച്ചുവിൻ്റെയും കൂടി യാത്രയായി. അപ്പോൾ അങ്ങനെ അവർ പോയി കഴിഞ്ഞ് എന്താ പറയുക, നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ രണ്ടുപേരും ഒന്നിച്ചാവും പോവുക. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇതുപോലെ കൂടെ പോകേണ്ടി വരും അപ്പാപ്പൻ്റെ. കാരണം വണ്ടി അവിടെ കുട്ടികളെ ഇറക്കുമ്പോഴേ കാറ് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടറിയാമല്ലോ, ഇപ്പോൾ അവിടെ കണ്ടിട്ടുണ്ടാവും. അപ്പോഴാണ് ഓർത്തത് തോമിൻ്റെ കൈമേലത്തെ ബ്രേസ്ലെറ്റ് ഊരിണ്ടായിരുന്നില്ല. ഇന്നലെ ഇവർ പുറത്തേക്കൊക്കെ പോയ കാരണം മാലയും ബ്രേസ്ലെറ്റ് ഇതൊക്കെ ഇടിയിച്ചിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരിതേ പോയതിന് ശേഷം നല്ല മഴയാട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ സംഭവം മെഴുകുതിരി കത്തിച്ച് ഓടി ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും എൻ്റേതായ ഒരു കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആ കുരിശ് വരയ്ക്കുമ്പോൾ ഒരു ചെറിയ നമ്മുടേതായ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വരിക. അപ്പോൾ അതെനിക്കത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ദേ തിരിച്ച് ഒന്നേന്ന് അവിടെ ചെന്ന്, അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അത് കഴിഞ്ഞ് ഞാൻ ഇവർ പോണോട് കൂടിയ മെഴുകുതിരി എടുത്താൽ. അപ്പോൾ ഡിവൈനും മോനും മുകളിലേക്ക് പോയി, ഡിമ്പിൾ ദേ ഡാഡിയുടെ കൂടെയും പോയി. അപ്പോൾ ഞാൻ വേഗം പതിവ് പോലെ മെഴുകുതിരിയൊക്കെ കത്തിച്ച്, മെഴുകുതിരി ഓൾറെഡി കത്തിക്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ വേനൽക്കാലം അല്ലാത്ത കാരണം ഫാൻ ഇടാത്ത കാരണം മെഴുകുതിരി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ദേ പതിവും പോലെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ കുറച്ച് നേരം മഴയൊക്കെ നോക്കി നിന്നു, നല്ലൊരു അന്തരീക്ഷം. അപ്പോൾ മറ്റേത് നമ്മൾ തുറക്കുമ്പോഴേക്കും ചൂടല്ലായിരുന്നേ, ഇപ്പോൾ അത് വിട്ട് നല്ലൊരു അന്തരീക്ഷം. അപ്പോൾ നമുക്ക് എന്തും, പിന്നെ മുമ്പിൽ അവരുടെ മാവൊക്കെ മുറിച്ച കാരണം മുറ്റമൊക്കെ കാണാനും വീടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കാണാനായിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞ് പതുക്കെ അകത്തേക്ക് കയറണം. അപ്പോൾ ഇന്ന് എല്ലാത്തിനും ലേറ്റായിട്ടോ, കുട്ടികൾ പോയിട്ട് കഴിക്കാന്നുള്ള രീതി ധാരണയിൽ എല്ലാതും ലേറ്റായി. അപ്പോൾ ഇന്ന് പൂരിയും പരിപ്പ് കറിയായിരുന്നു. അപ്പോൾ ഞാൻ എണീറ്റ വന്ന വഴിക്ക് എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പാർസൽ കൊടുക്കാണ്ടായിരുന്നു. അതാണ് ഞാൻ നേരെ പോയിട്ട് അവിടെ ഇരിക്കാൻ കാരണം കേട്ടോ, ഇത് ഇങ്ങനെ വിശദീകരിച്ച് വരാതിരുന്നത്. അങ്ങനെ ഞാൻ കുറേ ദിവസമായിട്ടായിരുന്നു ഞാൻ അടുക്കളയിൽ കയറി മാതാവിൻ്റെ അടുത്തേക്ക് വന്നിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ആരുമില്ല, അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ പൂരിയും പരിപ്പ് കറിയും, ഞാൻ പൂരി ഓൾറെഡി നേരത്തോടെ ഉണ്ടാക്കിയ കാരണം ഒന്ന് തണുത്തു, എന്നാലും നല്ല പൂരിയായിരുന്നു കേട്ടോ. നമ്മളുടെ ചപ്പാത്തി കട്ട് ചെയ്തിട്ടുള്ള പൂരി നല്ല ടേസ്റ്റാണ്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അങ്ങനെ ഇതേ നെക്ലസ്സുകൾ പുതിയ ഒരു സെറ്റ് വന്നിട്ടുള്ളതാണ്, നല്ല ഭംഗിയാണ്, ഗോൾഡ് മാത്രമായിട്ട്. ഇപ്പോൾ നമുക്ക് ഒന്നുകിൽ മന്ത്രകോടിയുടെ കൂടെ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ സിമ്പിളായിട്ട് ഇടാവുന്ന വളരെ ചെറുതാണ്, അധികം വീതിയൊന്നുമില്ല കേട്ടോ. ഇത് വെള്ള കല്ലായിട്ടുള്ളത്, രണ്ടും അതെ നല്ല ഭംഗിയുള്ള നെക്ലസ്സുകളാണ്. ഇപ്പോൾ നമ്മളുടെ കടുത്ത കളർ പട്ടുസാരിയുടെ ഒക്കെ കൂടെ ഇതൊരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ ക്ലാസ് ലുക്കാണ്. ഇതിൻ്റെ കമ്മലും ഇതും ഉണ്ട്. ഇപ്പോൾ വെള്ളയ്ക്കാണെങ്കിൽ വെള്ള സ്റ്റോൺസിൻ്റെ വള വാങ്ങിച്ചാൽ മതി, നമ്മളുടെ എണ്ണയുണ്ട് വാങ്ങിയിട്ടാൽ മതി, അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ഉണ്ട്, അങ്ങനെ എല്ലാത്തിനും ഉള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഇതും വെള്ളയാണ്, വൈറ്റിൽ കുറേ ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ പുതിയതായിട്ട്. പിന്നെ ഇത് തന്നെ റൂബിയും വന്നിട്ടുണ്ട്, റൂബി അതെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പുതിയ കളക്ഷൻസ്. അപ്പോൾ ഞാൻ പുതിയ സംഭവങ്ങൾ വരുമ്പോഴാണ് എനിക്ക് പണി കൂടുതൽ. കാരണം ഡാഡി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾക്ക് നിൽക്കുമ്പോൾ ഞാനാണിത് ഫോട്ടോ എടുത്തിടുക. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഒരു കുട്ടി ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല, ഒരാളെ ഇതിന് വേണ്ടി വെക്കേണ്ട കാര്യമില്ല, നമുക്ക് ചെയ്യാവുന്ന പണികൾ തന്നെ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ മെനക്കെട്ട് ഇതിനിരുന്ന് കഴിഞ്ഞാൽ കുട്ടികൾ വീട്ടിലത്തെ കാര്യങ്ങൾ ബാക്കിയുള്ളത് നോക്കും, ഡാഡി എൻ്റെ എന്താ പറയുക കൊണ്ടുപോലും എടുക്കൽ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വേറെ പണികളില്ലാത്തതിൻ്റെ പേരിൽ ഞാനാണിത് ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെ പക്ഷേ ചില ദിവസം എങ്ങനെയാണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് കുഴമറിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ഒതുക്കേണ്ട ഒരു തിരക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇരുന്നിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് അധിക ഭാഗം കേട്ടോ. അതുകൊണ്ട് തന്നെ കിച്ചണിൽ പ്രവേശനമില്ലാത്ത കാരണം എനിക്ക് അവിടെ എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. അത് രണ്ടാളും കൂടിയിട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ നോക്കണത്. അപ്പോൾ കുക്കിംഗ് സെക്ഷൻ ഡിമ്പിൾ ഏറ്റെടുത്തേക്ക്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സെക്ഷൻ ഡിവൈനും ഏറ്റെടുത്തു. അപ്പോൾ പിന്നെ ഒരു പ്രശ്നമില്ലാണ്ട് അങ്ങനെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ വീണ്ടും ട്രെൻഡായിട്ട് വന്നിട്ടുള്ളത് ഈ നെറ്റിൻ്റെ ബോൾ ചെയിനാണ് കേട്ടോ. പേളിൻ്റെയും മൾട്ടി കളറിൻ്റെയും
നെറ്റാണ് ഈ ബോളും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാം. അപ്പോൾ വീണ്ടും ഇത് തന്നെയാണ് ട്രെൻഡായിട്ട് വന്നേക്കുന്നത്, ട്രെൻഡിങ്ങിൽ വന്നിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഇത് പല വലിപ്പത്തിലായിട്ട് 4 വലിപ്പത്തിലാണ് അതിൻ്റെ ബോൾ, കുഞ്ഞിത്, വലിയത്, അതിനേക്കാളും വലുത്, പിന്നെ ഡംബൽസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഡ്രസ്സിനും ഇതും പിന്നെ നവരത്നത്തിൻ്റെ സെറ്റും, ഈ 2 സെറ്റാണ് കേട്ടോ ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഈ ഇങ്ങനത്തെ എന്താ പറയുക, അമ്മമാർക്ക് അല്ലെങ്കിൽ വലിയവർക്ക് ഇടാം, മറ്റേ കല്യാണ പെണ്ണുങ്ങളുടെ കാര്യങ്ങളല്ല കേട്ടോ പറയുന്നത്, നെക്ലസിൻ്റെ സ്ഥാനമല്ല പറയണത്. സാധാരണ സിമ്പിളായിട്ടുള്ള മാല ഇടുന്നതിന് ഇതാണ് അധിക ഭാഗം പോണത് കേട്ടോ. ഇതും നവരത്നം കുറച്ചും കൂടി ഗൗഡിയായിട്ട് ഹെവി സ്റ്റോൺസും കാര്യങ്ങളൊക്കെ. ഇതാകുമ്പോൾ വളരെ സിമ്പിളാണ്. ആ രണ്ടാമത് കിടക്കുന്ന ആ നേരിയ മുത്താണ് അധിക ഭാഗം എല്ലാവരും കൊണ്ടുപോകുന്നത്. അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ സെയിം വളയും വന്നിട്ടുണ്ട്, ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഉണ്ടെങ്കിൽ കാണാട്ടോ നമുക്ക്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഊണ് കഴിക്കാനായിട്ട് ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ പച്ചക്കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉണക്ക പയറ് ചാറ് വെച്ചു, രസം ഉണ്ടായിരുന്നു, രസവും പയറ് ഉപ്പേരിയായിരുന്നു, പിന്നെ മുട്ടയും പൊരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്നത്തെ ഉച്ചയിലത്തെ ഊണായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചായക്ക് ഞാനിന്ന് ബ്രെഡും ബട്ടറും എടുത്ത് കഴിച്ചു. കുട്ടികളൊക്കെ അവരവരുടെ കാര്യങ്ങൾ ഓരോന്ന് നോക്കി കഴിച്ചിട്ട് പിന്നെ ഞാൻ വീണ്ടും ഇതിൻ്റെ പിന്നിൽ തന്നെ വന്നിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഡോൺ വന്നു, വീണ്ടും ലൈവായി, കുട്ടികളൊക്കെ എണീറ്റ് വന്നു, അതൊക്കെ തിരക്കും ബഹളമായി. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ ഫോട്ടോസ് എടുക്കലും ഇതൊക്കെ പിന്നാക്കാവും. എന്നാലും ഇപ്പം പിന്നെ വലിയ കുഴപ്പമില്ല, അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി പിന്നെ തോമും പാച്ചും ഒന്നിച്ച് നിന്ന് കളിക്കും. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് സ്വസ്ഥമായിട്ട് ഒരിത്തിരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഇന്ന് സോയ മസാലക്കറിയായിരുന്നു, അതും പിന്നെ നമ്മളുടെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ രാത്രിയിലത്തെ ഫുഡ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ നമ്മളുടെ പണികളിലേക്ക് ഇരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അപ്പോൾ അവർക്കുള്ള ഇറച്ചി വേവിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുട്ടികളൊക്കെ കയറിപ്പോയതിന് ശേഷമാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒതുക്കലും പെറുക്കലൊക്കെ കഴിഞ്ഞത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ ഓർഡേഴ്സ് എടുക്കൽ, നിങ്ങൾക്കറിയാലോ, സാരിയുടെ കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് പിടിച്ച് വന്നപ്പോൾ ഒരുവിധം സമയമായി. അപ്പോൾ ഇന്ന് എനിക്ക് ബിഗ് ബോസ് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ കുട്ടികൾ എന്നോട് ഓരോ സജഷൻസ് പറയും കേട്ടോ, അത് ചെയ്യ്, അതിനെക്കുറിച്ച് പറയും, ഇതിനെക്കുറിച്ച് പറയുന്നൊക്കെ. അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് ഇത്രയും തിരക്ക് വന്നത്. അപ്പോൾ ഇതുവരെ ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല, പക്ഷേ ഈ തിരക്ക് നമ്മൾക്ക് എപ്പോഴും നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നീക്കണതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇപ്പം നിങ്ങൾ വിചാരിച്ചിട്ട് ഈ നെറ്റിൻ്റെ മാല കഴിഞ്ഞില്ലേന്ന്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ കുറേ പാറ്റേൺ ഉണ്ട്, ഒരു 10 പാറ്റേൺ ഉണ്ട്. അതൊരു 5 വീതം 5 പാറ്റേണിൽ മണികളായിട്ട്, അതായത് നേരിയത്, പിന്നെ ഒരു ഇടത്തരം, പിന്നെ ഡംബൽസ്, പിന്നെ 6 പിടി, 8 പിടി, 10 പിടി അങ്ങനെ വരണ കാരണം 2 പാറ്റേൺ ഉള്ള കാരണമാണ് ഇത്രയധികം മാലകൾ. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ സാരികൾ കൊണ്ടുപോകണ കൂട്ടത്തിൽ ഇങ്ങനെ മറ്റേ ഓർണമെൻറ്റ്സും കൂടിയും ഒപ്പം സെൻഡ് ചെയ്ത് കൊടുത്ത് തുടങ്ങിയിട്ടോ. കുട്ടികളെ അമ്മമാർക്ക് വേണ്ടിയിട്ട്, പിന്നെ ചേട്ടത്തിയനീത്തിമാർക്ക് വേണ്ടിയിട്ടൊക്കെ പുറമേന്ന് എനിക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ അവർ പേ ചെയ്ത് കഴിയുമ്പോൾ ഞാനിവിടെ നിന്ന് അയക്കുക ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ആ കൂട്ടത്തിലും ഇന്ന് എനിക്ക് തോന്നുന്നു ഇതൊരു 5 മാല ഇന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത്രയും എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളൊരു മാല, കാരണം എല്ലാവർക്കും ഇടാമല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ വള കേട്ടോ, വളരെ നേരിയ വള, മാലയുടെ ബോളിൻ്റെ അത്ര വലിപ്പം വളക്കില്ല. അപ്പോൾ അങ്ങനെ ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള സെറ്റാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് കളർസ് ആയിരിക്കും ഇത് ചേർന്ന് പോകും. അതുപോലെ സ്റ്റഡ് ആയാലും അത് റൂബി വേണമെങ്കിൽ റൂബി യൂസ് ചെയ്യാം, ബ്ലാക്ക് വേണമെങ്കിൽ ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ, പേൾ വേണമെങ്കിൽ പേൾ ഇടാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുവിധം എല്ലാതും അങ്ങോട്ട് ഒതുക്കി വെച്ച് ഇനിയും 1-2 പാക്കിങ്ങും കൂടി ഉണ്ട്. അപ്പോൾ ഡാഡിക്കും ശരിക്കും വയ്യാണ്ടായി. അപ്പോൾ ഡാഡി പറഞ്ഞു നാളെ രാവിലെ ആവാൻ ബാക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനതൊക്കെ അവസാനിപ്പിച്ചു. നമ്മുടെ ഹരിത ഇവർക്ക് പ്ലാസ്റ്റിക് കെട്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ ക്ലോസ് ചെയ്ത് കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അപ്പോൾ ഞാൻ പതിവുപടി അടുക്കളയിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അവിടെ സ്പൂണുകളുടെ സ്റ്റാൻഡുകൾ, മറ്റേ കള്ളിയിൽ സ്പൂണുകളൊക്കെ ആകെ വലിച്ചു വരിയിട്ടേക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം ഇരുന്നിട്ടാന്ന് തോന്നുന്നുണ്ട്, ആകെ ഒരു ഈർപ്പം പോലെ. അപ്പോൾ ഞാൻ വേഗം ഈ സ്പൂണിൻ്റെ സ്റ്റാൻഡ് ഇന്നലെ ഞാൻ ഒതുക്കിയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 സെക്ഷനായിട്ട് വെച്ചു. അപ്പോൾ ചെറിയ സ്പൂൺ ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം കമത്തിയിട്ടു. എന്നിട്ട് അതിൻ്റെ മുകളിൽ സ്പൂൺ ഇടുമ്പോൾ ആ സ്പൂൺ പൊങ്ങി നിൽക്കുമല്ലോ. അപ്പോൾ നാളെ വേണം അത് വൃത്തിയിൽ വെക്കാൻ. കണ്ടു, ഇതിൻ്റെ ഉള്ളിൽ ആകെ വലിച്ചു വരിയിട്ടേക്കാം, ഇനി ഇതൊന്ന് ഒതുക്കി വെക്കണം. അപ്പോൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞു അടുക്കളയൊക്കെ മാറാറായിട്ടുണ്ടെന്ന്. അടുക്കള മാറാറായിട്ടല്ല, നമ്മളുടെ ഒതുക്കൽ അങ്ങോട്ട് കയ്യിൽ അങ്ങോട്ട് എത്തണില്ല, സമയം കിട്ടണില്ല, അതാണ്.
അപ്പോൾ അങ്ങനെ അതുപോലെ കുറേ കുട്ടികൾ ഞാൻ പറയും. അതുപോലെ തന്നെ ഡിംപിളും ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഈ വെള്ളം വെച്ചതെന്നുള്ളത്. വേറെ ഒന്നുമല്ല, രാവിലെ എണീറ്റിട്ട് നിറഞ്ഞ പാത്രത്തിൽ വെള്ളം കാണുന്നത്, അടുക്കളയിൽ വരുമ്പോൾ കാണുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു പാത്രം വെള്ളമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനത് അങ്ങോട്ട് ശീലിച്ച് തുടങ്ങിയതാണ്. നിങ്ങളും അത് ശീലിച്ചോ, ഒന്നും കുഴപ്പമില്ലല്ലോ. അപ്പോൾ എനിക്ക് എന്തോ ഒരു ഗ്ലാസ് ചായ കുടിക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ വേഗം ഒരു ഗ്ലാസ് റോസ്റ്റ് വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് നല്ലതാണ് കേട്ടോ. നിങ്ങളായാലും ഞാനന്ന് റോസപ്പൂവിൻ്റെ പെറ്റൽസ് മറ്റേത് ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് എടുത്തിട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല മണമാണ്, ഭയങ്കര മണമാണ്. അപ്പം ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ റെഡിമെയ്ഡ് വാങ്ങിയതുണ്ടായിരുന്നു, അതിൽ കൂടെ നമ്മളുടെ റോസിൻ്റെ പെറ്റൽസും കൂടി മിക്സ് ചെയ്തു. അപ്പോൾ ആ ഒരു സ്മെല്ല് അവർ അതിലെന്തൊക്കെയോ ഇട്ടിട്ടാണ് തരുന്നത്. അപ്പോൾ നല്ല സ്മെല്ലാണ്. അപ്പോൾ ആ സ്മെല്ല് ഇതിൽ കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തു. നല്ല ഫ്ലേവറാട്ടോ, അത് തിളയ്ക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. അപ്പോൾ എന്നോട് കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോ വിശേഷങ്ങൾ, ഫോട്ടോസ് ഇങ്ങനെ കണ്ടപ്പോൾ ഇത് ഏതിൻ്റെ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ കാണിക്കുമല്ലോ. അപ്പോൾ ഈ ഫോട്ടോ ആണ് ഞാനിപ്പോൾ ആദ്യം പറയണത്. ഇത് ഞങ്ങളുടെ അമ്മച്ചി മരിച്ചിട്ട്, എൻ്റെ അമ്മച്ചി മരിച്ചിട്ട് ഇപ്പോൾ 10 വർഷമായിട്ടോ മരിച്ചിട്ട്. അതിൻ്റെ 41-ന് ഞങ്ങളെല്ലാവരും ഈ ഓഫ് വൈറ്റ് സാരിയും ആണുങ്ങൾ ആഷ് കളറ് ഷർട്ടും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ നമ്മളുടെ ഹൗസ് വാമിങ്ങിന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 30 വർഷമായിരുന്നു. അന്ന് ലാമിനേറ്റ് അവിടെ ഫങ്ഷന് വെൽക്കമിന് വെച്ചിട്ടുള്ള ഫ്ലെക്സായിരുന്നു അത് കേട്ടോ. പിന്നെ ഈ ഫോട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ സുകുമാരൻ, മല്ലിക സുകുമാരൻ ഒരു മകൻ ഇന്ദ്രൻ ഉണ്ടല്ലോ, നമ്മുടെ ഇന്ദ്രജിത്തിൻ്റെ കല്യാണത്തിന് പൂർണിമയും ഇന്ദ്രനും. അപ്പോൾ പൂർണിമയുടെയും മല്ലികാൻ്റെയും കൂടെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പൂർണിമയുടെ കൂടെ നമ്മുടെ നാറാണത്ത് തമ്പുരാനും പിന്നെ നമ്മുടെ മല്ലികാൻ്റിയുടെ പേരക്കുട്ടിയായിട്ട് പൊരുത്തം 2 വർഷം ഞങ്ങൾ ചെയ്തു. അപ്പോൾ പൊരുത്തം കഴിഞ്ഞ വഴിക്കായിരുന്നു ഈ കല്യാണം. അപ്പോൾ അതിന് വേണ്ടി പോയപ്പോൾ അവിടെ നിന്ന് എടുത്ത ഇതാണ് കേട്ടോ. ഡിംപിൾ എനിക്ക് തോന്നുന്നു 3rd സ്റ്റാൻഡേർഡിലൊക്കെ ആയിരിക്കും അന്നത്തെ ഫോട്ടോ. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഏതാണ് ഈ ഫോട്ടോ എന്നുള്ളത്. ഇതാണ് ആ ഫോട്ടോൻ്റെ പിന്നിലെ കഥ. അങ്ങനെ എൻ്റെ ചായ അവിടെ റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ എനിക്ക് കുറച്ച് നേരത്തെ പണികളുണ്ട്, അതും കൂടി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആവുള്ളൂ കേട്ടോ. വേറെ എല്ലാവരും കിടന്നു. അങ്ങനെ ആകെ വലിച്ചു വരിയിട്ടൊക്കെ ഞാൻ ഒതുക്കാനൊന്നും നിൽക്കണില്ല, കാരണം ഒതുക്കിയാൽ ശരിയാവില്ല. എനിക്ക് കുറച്ച് പണികളും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇത് ഒതുക്കി കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്നാൽ പാതിരയാവും. അപ്പോൾ ഞാൻ വല്ലാണ്ട് വൈകാണ്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഒരു കുട്ടി എന്നോട് സത്യം പറഞ്ഞ പിണങ്ങി, ഇനി ഞാൻ ചോദിക്കില്ല എന്ന് പറഞ്ഞു കുട്ടി. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ഭയങ്കര സങ്കടം മനസ്സുകൊണ്ട്. കാരണം ആ കുട്ടിക്ക് അവർക്കറിയില്ലല്ലോ ഞാൻ എന്തോരം തിരക്കിൻ്റെ ഇടയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് നിന്നപ്പോൾ എനിക്ക് പറയാണ്ട് പോകാനും ഒരു സങ്കടം. അപ്പോൾ ഇതാണ് മണി പ്ലാന്റിൽ ഞാൻ ഇടുന്ന ക്ലേ ബോൾസാണ് കേട്ടോ. അകത്തുനിന്നല്ല പുറത്തും ഒരുവിധം ചട്ടികളിലൊക്കെ ഈ ക്ലേ ബോൾസ് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ കിലോ കണക്കിന് കിട്ടുക, ചാക്ക് കണക്കിനും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അവിടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ചൂടത്ത് വെക്കുമ്പോൾ ചൂടേൽക്കാണ്ടിരിക്കാനാണ് ശരിക്ക് അത് ക്ലേ ബോൾസ് ഇടാമെന്നാണ് പറഞ്ഞത്. ഞാൻ പക്ഷേ ഒരുവിധം അകത്തുള്ളതിലൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം വല്ലാണ്ട് ഒഴിക്കുമ്പോൾ ഇത് പൊന്തും. അപ്പോൾ നമുക്ക് ഏകദേശം ലെവൽ അറിയുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഞാൻ ചെയ്യണേന്നാണ് ചോദിച്ചത്. മണി പ്ലാന്റിന് ഒന്നുമില്ല, കുറച്ച് മറ്റേ മുട്ടത്തോട് ഇടുക എന്നുള്ളതാണ് മെയിൻ സംഭവം. അത് കൂടുതലിടരുത്, കുറച്ച് മാത്രം കേട്ടോ. അതുപോലെ ഇതും ചോദിച്ചു, അതേ കുട്ടി തന്നെയാണ് ഇതും ചോദിച്ചത്, മറ്റേ ലാഫിംഗ് ബുദ്ധയുടെ സംഭവം ഇതെന്താണെന്നുള്ളത്. അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, ഇത് വെറുതെ ഒരു ഷോ പീസാണ്. അത് നമ്മൾക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ചെറുതും നമ്മുടെ വീടിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒരു ഫാഷനായിരുന്നു ഈ ലാഫിംഗ് ഫെൻഷുയുടെ സാധനങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുക. നമ്മുടെ വീട്ടിൽ കണ്ടമാനം സാധനങ്ങളുണ്ട് ഫെൻഷുയുടെ. ഞാൻ ഒരു ദിവസം അത് മാത്രമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ബുക്കും വരുന്നുണ്ട്. അപ്പോൾ ബുക്കിൽ നോക്കിയിട്ട് വേണം ഓരോ സാധനങ്ങൾ ഓരോ സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ട്. കാരണം സ്ഥാനങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അപകടം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ലാഫിംഗ് ബുദ്ധ എനിക്ക് തോന്നുന്നു ഒരു 15-20 വർഷമായി തോന്നുന്നുണ്ട് നമ്മളുടെ വീട്ടിൽ. നമ്മൾ ഏത് വീട്ടിൽ പോകുമ്പോൾ ഈ ഒരു രൂപ അവിടെ ഉണ്ട്. അത് ഒരു ഷോ പീസാണ്, അല്ലാണ്ട് അതിനെ ആരാധിക്കണതോ ഒന്നും അല്ല കേട്ടോ. കുറേ പേർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, അത് ക്രിസ്ത്യാനികളുടെ വീട്ടിൽ എന്തിനാ ആ ബുദ്ധ ഇരിക്കണേന്നൊക്കെ. പിന്നെ ദേ ഇവിടെ ഷോ കേസിൽ ഇരിക്കേണ്ട ഒരു ബുദ്ധ, ഇതൊക്കെ ഷോ പീസുകളാണ്, അല്ലാണ്ട് അതിനെ നമ്മൾ ആരാധിക്കുകയും പുകഴ്ത്തുകയോ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതൊന്നും മാറ്റുക. കുറേ കുട്ടികൾക്ക് അങ്ങനെ ഒരു ചിന്തയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. ഇന്നത്തെ ദിവസവും അങ്ങനെ ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. ഈ ദിവസമല്ല, ഈ മാസം അങ്ങോട്ട് കഴിയാനാണ് പണി. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കായി, കുട്ടികൾ ബിസിയായി തുടങ്ങി. അങ്ങനെ ഇന്നത്തെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ നാളെ ഞാൻ എല്ലാ ദിവസവും പറയണ പോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരണം എന്നൊക്കെ ഉണ്ട്, പറ്റുമോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും ഇന്നേക്ക് പോവാം.